കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാൾ ഇതിൻ്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഇടതുപക്ഷ സർക്കാരിന്റെ നവകേരള യാത്ര കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ അക്രമയാത്രയായി മാറിയത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു. പ്രതിഷേധം ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU വിദ്യാർത്ഥികളെയും നേരിട്ട മൃഗീയ ആക്രമണങ്ങൾ കേരള സമൂഹത്തെ ഞെട്ടിച്ചു. ഏറ്റവും വലിയ വിമർശനമുയർന്നത് ഈ ആക്രമണങ്ങളെ അപലപിക്കേണ്ട സ്ഥാനത്തിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചതിനോടായിരുന്നു. അതിലുപരി അണികളോട് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാൻ ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനകളും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പിണറായി വിജയൻ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മൃഗീയ ആക്രമണ പരമ്പര നമുക്ക് ഒന്നുകൂടി കാണാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സദസ്സിനെത്തുന്ന ബസ്സായിരുന്നു ആദ്യത്തെ വാർത്താ താരം. ബസ് തേജസ്വിനി പുഴയും മാടായിപ്പാറയും കടന്ന് പഴയങ്ങാടിയിലെത്തിയപ്പോൾ ആദ്യ അടിപൊട്ടി. ബസ്സിന് കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം. അന്ന് കണ്ട ഈ ദൃശ്യം നവകേരള യാത്രയോടൊപ്പം തിരുവനന്തപുരം വരെ വിവാദ പുകപരത്തി സഞ്ചരിക്കുമെന്ന് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച കണ്ണൂരിലെ സഖാക്കൾ സ്വപ്നേനെ ഓർത്തു കാണില്ല. ഈ ദൃശ്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഉത്തരം വിചിത്രമായിരുന്നു. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാൾ ഇതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തലയടിച്ച് പൊട്ടിച്ചതിന് അഭിനന്ദനം കിട്ടിയ സഖാക്കൾ പിന്നെ യാത്രയിൽ പലയിടത്തും അടി പതിവാക്കി. പെരുമ്പാവൂരിൽ ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് ഷൂ എറിഞ്ഞു. ഇതേ സ്ഥലത്ത് കരിങ്കൊടി കാട്ടിയ KSUക്കാർക്ക് അടി കിട്ടി. അവിടെയും നിന്നില്ല. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആശുപത്രിയിലെത്തിച്ച എൽദോസ് കുന്നപ്പള്ളി MLAക്ക് നേരെ കയ്യാങ്കളി. MLAയുടെ ഡ്രൈവർക്കും അടികിട്ടി. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് മുളവടി കൊണ്ട് പൊതിരെ തല്ലി. കായംകുളത്ത് ഭിന്നശേഷിക്കാരനായ അജിമോനെ പോലീസ് പിടിച്ചുമാറ്റുന്നതിനിടെ DYFI പ്രവർത്തകൻ പാഞ്ഞുവന്ന് പകയോടെ ചവിട്ടി. ഒരിക്കൽ പോലും ഇവരെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതേയില്ല. ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഇടപെടുന്ന നില വരും. നിങ്ങളുടെ ചോദ്യം കോടതിയിൽ ചോദിച്ചാൽ മതി കേട്ടോ, നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാൽ മതി. ഇതിനിടെ കണ്ണൂരിൽ നിന്നൊരു സ്വീകരണ വാർത്തയെത്തി. പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസുകാർ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾക്ക് MLA ബിജിന്റെ നേതൃത്വത്തിൽ CPMന്റെ സ്വീകരണം. ഇതോടെ തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു തുടങ്ങി. കൊല്ലം ജെറോം നഗറിൽ തല്ലാൻ വന്ന DYFI പ്രവർത്തകരെ കുരുമുളക് സ്പ്രേയും കുറുവടിയുമായി യൂത്ത് കോൺഗ്രസ് നേരിട്ടു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പ്രചരണം തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് പിന്നീട് പലയിടത്തും ആവും പോലെ തിരിച്ചടിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിനെതിരെ ആ രോഷം അണപൊട്ടി. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിലും കുറ്റിച്ചലിലും യൂത്ത് കോൺഗ്രസും DYFIയും തെരുവ് യുദ്ധം കണക്കെ ഏറ്റുമുട്ടി. വികസനം നാട്ടുകാരെ ബോധിപ്പിക്കാനും ജനങ്ങളുടെ ആവലാതി പരിഹരിക്കാനും തുടങ്ങിയ സദസ്സിന്റെ നിറം കെടുത്തുന്ന പണിയാണ് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകർ എടുത്തതെന്ന് വിശ്വസിക്കുന്നവർ UDFകാർ മാത്രമല്ല. ക്രൂരമർദ്ദനത്തിന് രക്ഷാപ്രവർത്തനമെന്നൊരു വിളിപ്പേര് കൂടി സമ്മാനിച്ചാണ് നവകേരള ബസ് ബ്രേക്കിടുന്നത്.